എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ ചാർധാം ഹിമാലയ യാത്ര ആരംഭിക്കുകയാണ്. അപ്പോൾ ഈ യാത്ര തുടങ്ങുമ്പോൾ സാധാരണ സീസൺ ആവുന്ന സമയത്തൊക്കെ എനിക്ക് ഫോൺ കോൾസ് വരാറുണ്ട്. ഇപ്രാവശ്യം കുറച്ച് കൂടുതൽ ഫോൺ കോൾസ് വന്നിട്ടുണ്ട്. അപ്പോൾ യാത്ര ചെയ്യുന്നതിനെ കുറിച്ചുള്ള സംശയങ്ങൾ ചോദിച്ചാണ് ആളുകൾ എന്നെ വിളിച്ചിരുന്നത്. ഹിമാലയത്തിൽ ഹിമാലയം എന്ന് പറയുന്നത് വലിയൊരു ഏരിയയാണ്. ഇന്ത്യയിലും പാകിസ്ഥാനിലും നേപ്പാളിലും ഭൂട്ടാനിലും ചൈനയിലും നേപ്പാളിലും ഒക്കെ ഉള്ള ഒരു ബംഗ്ലാദേശിലടക്കം ഉള്ള ഏരിയകൾ ഹിമാലയ ടെറൈനിലുണ്ട്. അതിൽ ഈ ഉത്തരാഖണ്ഡ് ഒഴിച്ച് ബാക്കി ഒരു സംസ്ഥാനത്ത് റെസ്ട്രിക്ഷൻ ഇല്ല. നമുക്ക് ഈ 12 മാസവും ഈ പറഞ്ഞ ഹിമാലയ ഏരിയകൾ നമുക്ക് പോയി കാണാവുന്നതാണ്. അതിനൊന്നൊരു പ്രയാസമില്ല, തടസ്സമില്ല. പ്രത്യേകിച്ച് അപ്രൂവലൊന്നും വേണ്ട. ആകെ വേണ്ടത് ഈ നോർത്ത് ഈസ്റ്റിൽ ആ ഒരു ത്രിപുരയിലും ആ ഒരു സർക്കിളൊക്കെ ഉണ്ടല്ലോ, മണിപ്പൂർ തുടങ്ങിയ അവിടെയൊക്കെ തന്നെ നമുക്കൊരു ഓൺലൈനായിട്ടുള്ള അഡ്മിഷൻസ് വാങ്ങേണ്ടതുണ്ട്. പക്ഷെ ഉത്തരാഖണ്ഡിനെ സംബന്ധിച്ചിടത്തോളം 6 മാസം മാത്രമാണ് നമുക്ക് ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന ചാർധാം യാത്ര നടക്കുന്നത്. അതിന് ഒരു 6 മാസം പൂട്ടിയിടും. ഒക്ടോബർ നവംബർ ആകുമ്പോൾ ക്ലോസ് ചെയ്യും. പ്രത്യേകിച്ച് ഇനി വിൻ്റർ സീസൺ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്ഷേത്രസ്ഥാനങ്ങളൊക്കെ അടയും. ഈ ക്ഷേത്രങ്ങളെ ബേസ് ചെയ്തുകൊണ്ടാണ് ഉത്തരാഖണ്ഡിലെ യാത്രകളൊക്കെ നടക്കുന്നത്. പ്രധാനമായിട്ടും നമ്മൾ പോകുന്നത് ഈ ചാർധാം യാത്രയ്ക്ക് വേണ്ടിയാണ്. പിന്നെ പഞ്ച് യാത്രകൾക്കാണ്. കൂടാതെ കുറേ ട്രക്കിങ്ങുകൾ നടത്തുന്നതിന് വേണ്ടിയിട്ടും അപ്പം കേദാർഗന്ധ പോലുള്ള ട്രക്കിങ്ങുകളൊക്കെ തന്നെ വിൻ്റർ നടക്കുന്നുണ്ട്. പക്ഷെ പ്രധാനമായും മലയാളികൾ പോകുന്നത് ഈ ഏരിയയിലേക്കാണ്. ഒരു 10-30 വർഷങ്ങൾക്ക് മുമ്പേ നമുക്ക് ഉത്തരാഖണ്ഡ് എന്ന് പറയുന്നത് വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല, നമുക്കറിയുമായിരുന്നില്ല. അത് M.K. രാമേന്ദ്രൻ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനാണ് ആ കാലയളവിൽ DC ബുക്സിലൂടെ അദ്ദേഹത്തിൻ്റെ ഉത്തരാഖണ്ഡ് യാത്രകളെക്കുറിച്ച് പരിചയപ്പെടുത്തി എഴുതി. മലയാളികൾ അങ്ങനെയാണ് നമ്മൾ ഉത്തരാഖണ്ഡ് എന്ന ഒരു സംസ്ഥാനത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. എൻ്റെ യാത്ര നടന്ന ഒരു 2000-2002 കാലയളവിലാണ് ഞാൻ ഹിമാലയ യാത്ര ആരംഭിക്കുന്നത്. അപ്പോൾ ആ ഒരു കഥ ഞാൻ വേറൊരു എപ്പിസോഡിൽ പറഞ്ഞുതരാം. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഉത്തരാഖണ്ഡിലേക്ക് പോകുന്നത്? ഇപ്പം നേരത്തെ ഒരു മിന്നൽ പ്രളയം ഉണ്ടാവുന്നത് വരെയും ഉത്തരാഖണ്ഡിൽ പോകാൻ പ്രത്യേകിച്ച് അപ്രൂവലിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഓൺലൈൻ അഡ്മിഷനൊന്നും എടുക്കണ്ട. അന്ന് മിന്നൽ പ്രളയം ഉണ്ടായി, മേഘസ്ഫോടനം ഉണ്ടായി, ആയിരക്കണക്കിന് ആളുകൾ ജീവൻ നഷ്ടപ്പെട്ടു. അതിൻ്റെ കണക്കൊന്നും ഗവൺമെൻറ്റിൻ്റെ കയ്യിലില്ലായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഗവൺമെൻറ് അതിന് വേണ്ടിയിട്ടൊരു ഓൺലൈൻ ആയിട്ട് നമ്മളൊരു അപ്രൂവൽ എടുക്കുന്ന ഒരു ഏർപ്പാടുണ്ടാക്കി. അത് കഴിഞ്ഞ് കോവിഡ് ആയപ്പോൾ പ്രത്യേകിച്ച് കോവിഡിൻ്റെ നൂലാമാലകളും ആ സംഗതികളൊക്കെ എല്ലാ സ്ഥലത്തും ഉള്ളതുപോലെ ഇവിടെയും റിസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ആ ഓൺലൈനൊക്കെ എടുക്കണമെന്നത് അവർ പിൻവലിച്ചിട്ടില്ലെങ്കിലും അത് ആ രൂപത്തിൽ ഇപ്പോൾ ചോദിക്കുന്നില്ല. വലിയ രൂപത്തിൽ ചോദ്യങ്ങളൊന്നുമില്ല. ഞാനിപ്പോൾ ലാസ്റ്റ് കേദാർനാഥ് പോയപ്പോഴും അങ്ങനെ ഓൺലൈൻ അഡ്മിഷനെ കുറിച്ച് ചോദിച്ചിരുന്നില്ല. അപ്പോൾ ആ ഒരു ഭാഗത്തെ സംബന്ധിച്ച് അതാണ് പറയാനുള്ളത്. പിന്നെ നമുക്ക് എങ്ങനെ പോവാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് നമുക്ക് നേരെ ഡൽഹിയിലേക്ക് പോവാം. ധാരാളം ട്രെയിനുകളുണ്ട്. ഇനി ഉത്തരാഖണ്ഡിലേക്ക് പോകാനാണെങ്കിൽ ഉത്തരാഖണ്ഡ് ഒരു ആഴ്ചയിൽ ഒരു ട്രെയിനുണ്ട്, ഋഷികേശ് യോഗനഗരി എക്സ്പ്രസ് എന്ന് പറഞ്ഞൊരു ട്രെയിനുണ്ട്. ആ ട്രെയിനിന് പോവാം. ആ ട്രെയിനിന് പോയാൽ നമുക്ക് ഒന്നുകിൽ ഹരിദ്വാറിൽ ഇറങ്ങാം, അല്ലെങ്കിൽ ഋഷികേശിൽ പോയി ഇറങ്ങാം. അല്ല എങ്കിൽ നമുക്ക് ഫ്ലൈറ്റിന് ഡൽഹി വരെ പോയി ഡൽഹിയിൽ നിന്ന് ഡെറാഡൂണിലേക്ക് ഫ്ലൈറ്റിൽ പോയിട്ട് നമുക്ക് ഡെറാഡൂൺ വഴിയും നമുക്ക് ഈ ഏരിയകളിലേക്ക് കവർ ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ അതാണ് യാത്രയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഹരിദ്വാറിൽ പോയി കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഞാൻ താമസിക്കുന്നത് അയ്യപ്പ ടെമ്പിളിലാണ്. ഇപ്പം ഡൽഹിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഡൽഹി വരെ ട്രെയിൻ മിക്കവാറും എനിക്ക് ഈ ഋഷികേശ് യോഗനഗരി എക്സ്പ്രസ് കിട്ടാറില്ല. ടിക്കറ്റ് അതിൻ്റെ അവൈലബിലിറ്റി മിക്കവാറും നമ്മൾ അവസാന നിമിഷമായിരിക്കും തീരുമാനിക്കുന്നത്. അങ്ങനെ നമുക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും. മിക്കവാറും മംഗള എക്സ്പ്രസ്സിനാണ് ഞാൻ പോവാറ്. ഡൽഹി പോകും. ഡൽഹിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു 200-250 രൂപ കൊടുത്ത് ഓട്ടോയ്ക്ക് കൊടുത്താൽ ISBT കാശ്മീരി ഗേറ്റിലേക്ക് ബസ്സുകൾ ധാരാളമായിട്ട് അവൈലബിൾ ആണ്. അതല്ല എങ്കിൽ നമുക്ക് അവിടുന്ന് മെട്രോ ട്രെയിനുകളും അവൈലബിൾ ആണ്. അപ്പോൾ അതിന് നമുക്ക് പോയി കഴിഞ്ഞാൽ ഈ കശ്മീരി ഗേറ്റിലെത്താം. കശ്മീരി ഗേറ്റിൽ നിന്ന് ധാരാളം ബസ്സുകൾ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഇടവിട്ടിട്ട് ബസ്സുകൾ പോകുന്നുണ്ട്. തൊട്ടടുത്ത പ്രൈവറ്റ് ട്രാവൽ ഏജൻസികളുടെ വോൾവോ വണ്ടികളും AC വണ്ടികളും ഉണ്ട്. അതൊക്കെ ഓൺലൈൻ ബുക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ അവിടെ പോയാലും നമുക്ക് ആ ടിക്കറ്റുകൾ കിട്ടും, അവൈലബിൾ ആണ്. ഹരിദ്വാർ ടു ഈ ഡൽഹി ടു ഹരിദ്വാർ എന്ന് പറയുന്നത് ഒരു 6 മണിക്കൂറിൻ്റെ റണ്ണിങ് ഉണ്ട് ബസ്സിന്. അതിമനോഹരമായിട്ടുള്ള സ്ഥലങ്ങളിലൂടെയുള്ളൊരു യാത്ര. പക്ഷെ മെയ് മാസത്തെ ഒരു കാര്യമുണ്ട്. മെയ് മാസം നല്ല ചൂടാണ്. AC വണ്ടി ഇല്ലാതെ നമുക്ക് പോകാൻ പറ്റത്തില്ല. ഓപ്പണിംഗ് സമയത്ത് AC അല്ലാതെ മറ്റ് ബസ്സുകളിൽ പോവുക എന്ന് പറയുന്നത് അത്യാവശ്യം റിസ്ക് ആയിരിക്കും. അങ്ങനെ ഹരിദ്വാറിലെത്തുന്നു. ധാരാളം താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഹരിദ്വാറിലുണ്ട്. ലോഡ്ജസ് ഉണ്ട്, ആശ്രമങ്ങളുണ്ട്, ഒരുപാട് ട്രസ്റ്റുകളുടെ സൗകര്യങ്ങളുണ്ട്.
മലയാളികൾക്ക് അഭയസ്ഥാനമായിട്ട് അയ്യപ്പ ടെമ്പിളുണ്ട്. ഗംഗാതീരത്ത് തന്നെയാണ് ഇതെല്ലാം. ഹരിദ്വാറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ഹരിയുടെ പാദം ആരാധിക്കുന്ന സ്ഥലമാണ്. ഗംഗ ആരതി നടക്കുന്ന സ്ഥലമാണ്. ഗംഗ പൂജ നടക്കുന്ന സ്ഥലമാണ്. വൈകുന്നേരം എല്ലാ ദിവസവും ഗംഗ ആരതി. അതൊരു വളരെ അട്രാക്റ്റീവായിട്ടുള്ള, വളരെ അട്രാക്ഷനുള്ള ഒരു സംഭവമാണ്. അവിടെ പോയവരൊക്കെ അത് കാണാൻ പോകും. നല്ല പാട്ടുകളും വിളക്കുകളൊക്കെ ആയിട്ട് ആ ഹരിദ്വാറിലെത്തിയ വിശ്വാസികളെല്ലാം ആ ക്രൗഡ് ആവുന്ന ഒരു സ്ഥലമാണ് ഈ പറഞ്ഞിരിക്കുന്ന സ്ഥലം. വൈകുന്നേരം ഒരു 6 മണിക്കാണത്. അതിന് തൊട്ടു മുകളിലാണ് മനസാദേവി ക്ഷേത്രം. മനസാദേവി ക്ഷേത്രത്തിൽ ഗംഗ സൗമ്യമായി ദീപ്തമായി കുടികൊള്ളുന്നു. നമ്മൾ മനസ്സിൽ എന്ത് ആഗ്രഹിച്ചാലും അതൊക്കെ നടത്തി തരുന്ന ദേവിയാണ് മനസാദേവി. തൊട്ടടുത്ത് ഓപ്പോസിറ്റായിട്ട് വേറൊരു മലയുണ്ട്, അതിന് ചണ്ഡികാദേവി ക്ഷേത്രം. അവിടെയും ദേവി തന്നെയാണ്, രൗദ്രരൂപിണിയാണ്, ചണ്ഡികാദേവിയാണ്. അങ്ങനെ ഒരുപാട് ദേവീദേവന്മാരുടെ ഒരു ആവാസ കേന്ദ്രമാണ് ഈ പറയുന്ന ഗംഗാ തടം അല്ലെങ്കിൽ ഹരിദ്വാർ എന്ന് പറയുന്നത്. അപ്പോൾ ശിവക്ഷേത്രങ്ങൾ ധാരാളമായിട്ടുണ്ട്, ഒരുപാട് ആശ്രമങ്ങളുണ്ട്. അവിടെ നിന്ന് 1 മണിക്കൂർ യാത്ര ചെയ്താൽ ഋഷികേശിലേക്ക് എത്താം. ഋഷികേശ് എന്ന് പറയുന്ന ഋഷിമാർ കൊണ്ട് താമസിച്ച സ്ഥലമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇപ്പം ധാരാളം ക്രിമിനൽസ് ആണ് കൂടുതലായിട്ടുള്ളത്. മറ്റൊരു പ്രത്യേകത, ഹരിദ്വാറിൽ മാംസാഹാരം നിഷിദ്ധമാണ്. എവിടെയും ഹോട്ടലുകളിൽ അത് കൊടുക്കുന്നില്ല, മദ്യവും ഇല്ല. പക്ഷെ ഋഷികേശ് എന്ന് പറയുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രവും കൂടിയായിട്ടുണ്ട്. അതുകൊണ്ട് ഈ മദ്യവും കൊടുക്കുന്നുണ്ട്, അത് വിൽപ്പനയുണ്ട്. അതുപോലെ തന്നെ മാംസാഹാരങ്ങളും വിൽപ്പനയുണ്ട് അവിടെ. പണ്ട് എൻ്റെ ഒരു ധാരണ വെച്ചാൽ ഋഷികേശ് വളരെ കുറച്ചും കൂടെ പരിശുദ്ധിയുള്ള സ്ഥലമാണ് എന്നായിരുന്നു ഞാൻ ധരിച്ചിരുന്നത്. കാരണം മാംസാഹാരങ്ങളൊന്നും ഇല്ലാത്ത ഋഷിമാരൊക്കെ ഉള്ള സ്ഥലം എന്നുള്ളൊരു ധാരണയായിരുന്നു. പക്ഷെ അതല്ല എന്ന് പിന്നെ മനസ്സിലായി. പിന്നെ ഹരിദ്വാറിൽ നിന്ന് നമുക്ക് എങ്ങനെ ചാർധാം യാത്ര നടത്താം? ഹരിദ്വാറിൽ ധാരാളം ഈ പ്രൈവറ്റ് ട്രാവൽ ഏജൻസികളുണ്ട്. അവർ മുഖാന്തരം നമുക്ക് വണ്ടികൾ എടുത്തുകൊണ്ട്, ട്രെയിനൊന്നും മുകളിലേക്കില്ല. അപ്പം മലകൾ കടന്നു വേണം പോകാൻ. അത് ഡസൻ കണക്കിന് മലകളാണ്, എണ്ണിയാൽ തീരാത്തത്ര പർവ്വതങ്ങൾ കടന്നിട്ട് വേണം നമുക്ക് മുകളിലെത്താൻ. അപ്പോൾ അവിടെ താഴെ നിന്ന് വാഹനങ്ങൾ പൂന്തി, വാഹനങ്ങൾക്ക് പെർ ഡേ ആണ് റേറ്റ്. ഒരു ദിവസത്തേക്ക് സീസൺ, ഒരു മെയ് മാസം സ്റ്റാർട്ടിംഗ് ഒക്കെ ആണെങ്കിൽ അത് ഒരു കാറ്, സുമോ പോലുള്ള, ഇന്നോവ പോലുള്ള വണ്ടികളാണെങ്കിൽ ഒരു 6000 മുതൽ 8000 9000 രൂപ വരെയൊക്കെ അവർ ആ ഒരു തിരക്കിനനുസരിച്ച് കാശ് വാങ്ങും. അതായത് കിലോമീറ്റർ വാടകയില്ല, പെർ ഡേ വാടകയാണ്. എല്ലാ ദിവസവും ഒരു ദിവസത്തേക്കുള്ള വാടകയാണ്. അപ്പോൾ 10 ദിവസം എടുത്തോ അത്രയും നമ്മളെ ദിവസത്തെ ഇൻറ്റു വാടക നമ്മൾ കൊടുക്കണം. ഇതാണ് അതിൻ്റെ ഒരു കണക്ക്. ഇനി ബസ്സിൽ, ഇപ്പം മെയ് മാസം പോകുന്നവരാണെങ്കിൽ ബസ്സിൽ പോകുന്നത് വലിയ ലോക്കൽ ബസ് ബുദ്ധിമുട്ടായിരിക്കും. സീറ്റ് അവൈലബിലിറ്റി കുറവായിരിക്കും, ബസ്സുകളുടെ എണ്ണം കുറവാണ്. രാവിലെ ഒരു 3 മണി 3:30 മണിക്ക് ബസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും. അതിനുള്ള തലേ ദിവസം തന്നെ നമുക്ക് സീറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യണം. നമ്മൾ ISBT സ്റ്റാൻഡ് ഹരിദ്വാറിലുണ്ട്, നമ്മൾ വന്നിറങ്ങുന്നത്. അതിൽ ആ സ്റ്റാൻഡ് ഈ റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്താണ്. ആ സ്റ്റാൻഡിൽ നിന്നല്ല ഹിമാലയത്തിലേക്ക് പോകുന്ന വണ്ടികൾ പോകുന്നത്. ആ ചെറിയ വണ്ടികളാണ്, വലിപ്പം കുറച്ച് വണ്ടികളാണ് ഹിമാലയത്തിലേക്ക് പോകുന്നത്. വലിയ വണ്ടികൾ പോകത്തില്ല. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഒരു 100 അടി മുന്നോട്ടേക്ക് നടന്നു കഴിഞ്ഞാൽ ഈ ചാർധാം യാത്രകൾ നടത്തുന്ന യമുനോത്രി, കേദാർനാഥ്, ബദ്രിനാഥ്, ഗംഗോത്രി തുടങ്ങിയ സ്ഥലങ്ങളിലേക്കുള്ള വാഹനങ്ങൾ നിരനിരയായിട്ട് അവിടെ ഉണ്ടാവും. രുദ്രപ്രയാഗിലേക്ക് പോകുന്നതുണ്ടാവും. കർണപ്രയാഗ് ബസ്സുകളുണ്ട്, ചമോലി ബസ്സുകളുണ്ട്, ജോഷിമഠ് ബസ്സുകളുണ്ട്, സോനാപ്രയാഗ്, ഗുപ്തകാശി ബസ്സുകളുണ്ട്, നരേന്ദ്രനഗർ, യമുനോത്രിക്ക് പോകുന്ന നരേന്ദ്രനഗറിലേക്ക് പോകുന്ന ആ ബസ്സുകളുണ്ട്. അപ്പോൾ ആ രീതിയിൽ ധാരാളം ബസ്സുകൾ പോയി. എല്ലാം ഒരു 5:30-6 മണിയാകുമ്പോഴത്തേക്ക് ഈ മുകളിലേക്ക് പോകേണ്ട എല്ലാ ബസ്സുകളും അവിടുന്ന് പോയിട്ടുണ്ടാവും. അപ്പോൾ തലേ ദിവസം തന്നെ നമ്മൾ വാഹനത്തിൽ ബസ്സിൽ പോകുന്നവർ ടിക്കറ്റ് ബുക്ക് ചെയ്യാം. ഒരു ബദ്രിനാഥിലേക്കാണെങ്കിൽ നമുക്കൊരു 10 മണിക്കൂർ 11 മണിക്കൂർ 12 മണിക്കൂർ വരെയൊക്കെ റണ്ണിങ് ഉണ്ടാവും. ചിലപ്പോൾ അത് 15 മണിക്കൂർ 16 മണിക്കൂർ നീളാം. കാരണം എവിടെയെങ്കിലും മണ്ണിടിച്ചിലുണ്ടായാൽ മഴയുടെ ഭാഗമായിട്ടുള്ള പ്രയാസങ്ങൾ. ഇപ്പം മെയ് മാസം മുതലേ മഴ തുടങ്ങും. മഴ തുടങ്ങിയാൽ എന്ന് വെച്ചാൽ, മഴ പെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മലമുകളിലെ പാറകളുടെ ക്രാക്കുകളിലൂടെ വെള്ളം താഴേക്ക് വരികയും മല ഇടിഞ്ഞ് വലിയ ശിലകളൊക്കെ തന്നെ താഴേക്ക് വരികയും അതുവഴി ആ വാഹന ഗതാഗതം പ്രയാസത്തിലാവുകയും ചെയ്യും. ഈ ഹിമാലയയാത്രയെക്കുറിച്ച് ഒരിക്കൽ ഞാൻ പണ്ട് ആദ്യം ഹിമാലയത്തിൽ പോകാൻ വേണ്ടിയിട്ട് എന്നെ കൊണ്ടുപോകുന്ന ആളോട് ചോദിച്ചു, കൊപ്പത്ത് അഭയം കൃഷ്ണേട്ടനോട്, നമ്മളെപ്പോഴാണ് തിരിച്ചു വരിക? അത് ഹിമാലയം തീരുമാനിക്കുമെന്ന കൃഷ്ണേട്ടൻ്റെ വാക്കുകളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എന്നുവെച്ചാൽ ഹിമാലയം എവിടെയും ഒരു അൺപ്രഡിക്റ്റബിൾ ആണ്. അതുകൊണ്ട് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ ഹിമാലയത്തിനുണ്ട്. എത്തിയാലേ എത്തി എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഹരിദ്വാറിൽ നിന്ന് നമ്മൾ രാവിലെ യാത്ര ആരംഭിക്കുന്നു. ഋഷികേശിൽ 1 മണിക്കൂർ കഴിഞ്ഞ് എത്തുന്നു. ഋഷികേശിൽ നിന്ന് പിന്നെ പ്രധാനപ്പെട്ട സ്ഥലം ബദ്രിനാഥിലേക്കുള്ള റൂട്ടും കേദാർനാഥ് റൂട്ടാണ് ഞാൻ പറയുന്നത്. ദേവപ്രയാഗിലെത്തുന്നു. ദേവപ്രയാഗ എന്ന് പറയുന്നത് പൗരാണിക കാലത്ത് ശ്രീരാമൻ തപസ് ചെയ്ത സ്ഥലമാണ്. നാരദൻ പൂജാരിയായിട്ടിരിക്കുന്ന സ്ഥലമാണ്. പിന്നെ ബദ്രിനാഥിൽ നിന്ന് വരുന്ന അളകനന്ദയും അതുപോലെ ഗംഗോത്രിയിൽ നിന്ന് വരുന്ന ഭാഗീരഥിയും തമ്മിൽ സംഗമിക്കുന്ന ഒരു സംഗമഭൂമി കൂടിയാണ്. അവിടെ വെച്ചാണ് അത് ഗംഗാനദിയായി മാറുന്നത്. അതുവരെ പ്രാദേശികമായ പേരുകളിലാണ്. അളകനന്ദയിലാണ് ഏകദേശം എല്ലാ നദികളും വന്ന് സംഗമിക്കുന്നത്.
അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് ചെല്ലുന്നത്, ഇപ്പം നമ്മൾ സ്വന്തമായ വണ്ടി ഉണ്ടെങ്കിൽ ഇവിടേക്ക് ഇറങ്ങിയിട്ട് സ്നാനങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് പോകാൻ പറ്റും. ലൈൻ ബസ്സിലാണെങ്കിൽ അത് പറ്റത്തില്ല. ആ കാര്യം നമ്മൾ മനസ്സിൽ ഉണ്ടാവണം. അത് കഴിഞ്ഞാൽ ശ്രീനഗർ എന്ന് പറയുന്ന ഒരു എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള ഒരു കേന്ദ്രമുണ്ട്. അവിടെ കോളേജുകളുണ്ട്, സർവകലാശാല പോലുള്ള സംഗതികളുണ്ട്. പിന്നെ ഈ നദീതടത്തിൽ തന്നെ ധാരാളം ഈ മുകളിൽ നിന്ന് വരുന്ന പാറകളൊക്കെ പൊട്ടിച്ചെടുത്ത് ഗാർഹിക ആവശ്യങ്ങൾക്കൊക്കെ കൊണ്ടുപോകുന്ന വൻ വ്യാപാരം നടക്കുന്ന സ്ഥലവും കൂടിയാണ്. വലിയ പ്രകൃതി ചൂഷണം നടക്കുന്ന സ്ഥലമാണ് ഈ ശ്രീനഗർ എന്ന് പറയുന്നത്. അത് വലിയൊരു പട്ടണമാണ്, നാഗരികരായിട്ടുള്ള ആളുകളാണ്. അവിടെ ഡാമുണ്ട്. ഈ ഉത്തരാഖണ്ഡിന്റെ ഏറ്റവും വലിയ വരുമാനം എന്ന് പറയുന്നത് നദി ചൂഷണം ചെയ്ത് ഡാമുകൾ ഉണ്ടാക്കി അതിനോട് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കി വിറ്റിട്ട് കാശുണ്ടാക്കുക എന്നുള്ളതാണ് ഉത്തരാഖണ്ഡിന്റെ ഒരു വരുമാനം എന്ന് പറയുന്നത്. കൃഷിഭൂമിയൊക്കെ അവർക്ക് കുറവാണ് സത്യത്തിൽ. കാരണം പർവ്വതങ്ങളിലുള്ള തട്ടുകളായി തിരിച്ചിട്ടുള്ള കുറച്ച് സ്ഥലം, അത് അവർക്ക് ഉപയോഗിക്കാനുള്ള സാധനങ്ങളേ ഉണ്ടാവുള്ളൂ. രാജ്മയാണ് പ്രധാനമായിട്ട് അവർ കൃഷി ചെയ്യുന്നത്. പച്ചക്കറിയും രാജ്മയൊക്കെ അവർ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ശ്രീനഗർ കഴിഞ്ഞാൽ നമ്മൾ എത്തിച്ചേരുന്ന അടുത്ത സ്ഥലം രുദ്രപ്രയാഗ് എന്നുള്ള സ്ഥലത്താണ്. ഈ രുദ്രപ്രയാഗിൽ നിന്നാണ് കേദാർനാഥിലേക്കുള്ള റൂട്ട് തിരിയുന്നത്. രുദ്രപ്രയാഗിൽ നിന്ന് കേദാർനാഥിലേക്ക് കുണ്ട് എന്ന വഴിയിലൂടെ പോകും. അതുപോലെ പിന്നെ കുണ്ടിലൂടെ നമുക്ക് അഗസ്ത്യമുനി തപസ് ചെയ്ത സ്ഥലവും കൂടിയാണ് കേട്ടോ അവിടെ. ഈ അഗസ്ത്യാർ കൂടം പോലെ തന്നെ അഗസ്ത്യമുനി എത്തിച്ചേർന്ന സ്ഥലമുണ്ട്. അഗസ്ത്യർ എന്ന് പറയുന്ന സ്ഥലവും കടന്ന് കുണ്ട് കഴിഞ്ഞ് ഗുപ്തകാശി എന്ന് പറഞ്ഞ ഒരു ഹിൽ സ്റ്റേഷനിലെത്തും. അവിടെ ഗുപ്തകാശി ക്ഷേത്രമുണ്ട്, പൗരാണികമായ ക്ഷേത്രമാണ്. സൗമ്യകാശി എന്നും പറയുന്നുണ്ട്. അത് മഹാഭാരതവുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കഥകളുണ്ട്. ഭീമൻ വന്ന് ഒളിച്ചുകൂടിയ സ്ഥലമാണ്, ശിവൻ വന്ന് ഒളിച്ചുകൂടിയ സ്ഥലമാണ് ഈ ഗുപ്തകാശി എന്നാണ് പറയപ്പെടുന്നത്. അവിടെ ഭീമൻ അതിൻ്റെ ഈ കാളയുടെ മുതുകിൽ കയറി പിടിച്ചു എന്നൊക്കെയാണ് പറയുന്നത് കഥ. ഈ ഗുപ്തകാശിയിൽ നിന്ന് നമുക്ക് ഒരു 2.5 മണിക്കൂർ യാത്ര ചെയ്താൽ സോനാപ്രയാഗ് ഗൗരികുണ്ടിലേക്ക് എത്താം. ഈ സോനാപ്രയാഗ് കഴിഞ്ഞാൽ ഈ സീസൺ ആണെങ്കിൽ വാഹനങ്ങളുടെ ബ്ലോക്ക് ഉണ്ടായിട്ട് പിന്നെ വണ്ടി അങ്ങോട്ട് പോകത്തില്ല. ഒരു 5 കിലോമീറ്ററും കൂടെ ഗൗരികുണ്ടിലേക്ക് നടന്നിട്ട് 18 കിലോമീറ്റർ നടന്നിട്ട് വേണം നമ്മൾ കേദാർനാഥിലെത്താൻ. പിന്നെ കേദാർനാഥിലേക്ക് ഹെലികോപ്റ്റർ സൗകര്യങ്ങളുണ്ട്. അത് ഈ ഗുപ്തകാശി കഴിഞ്ഞായിട്ടൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തു നിന്നാണ് ഇതൊക്കെ ഓൺലൈൻ പെർമിഷൻ വാങ്ങണം. അതിലൊക്കെ ഏജൻസികളുണ്ട്. സീസൺ ആണെങ്കിൽ അത് 6,000 എന്ന തുകയൊക്കെ 15,000 16,000 രൂപയൊക്കെ കൊടുത്താൽ മാത്രമേ ഹെലികോപ്റ്റർ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. അതൊക്കെ ഒരുതരം കച്ചവടമാണ്, കളികളാണ്. അപ്പോൾ ഈ രൂപത്തിൽ ഹെലികോപ്റ്ററിലൂടെ നമുക്ക് കടന്നുപോയി അവിടെ തൊഴുതിട്ട് നമുക്ക് തിരിച്ചു വരാം. പ്രത്യേക പ്രിഫറൻസ് കേദാർനാഥിനുണ്ട്. മറ്റാണെങ്കിൽ നമുക്ക് രാവിലെ ഒരു 6 മണിക്ക് കേദാർനാഥിലേക്ക് ട്രക്ക് ചെയ്താൽ വൈകിട്ട് ഒരു 3:30 4 5 മണി മുതൽ നമുക്ക് പതിയെ പോവുകയാണെങ്കിൽ അവിടെ നമുക്ക് എത്തിച്ചേരാൻ പറ്റും. ഓക്സിജൻ സ്റ്റേജ് വളരെ കുറവുള്ള സ്ഥലമാണ്. താമസിക്കാൻ ഇഷ്ടംപോലെ ടെന്റുകൾ, ഒരു 2.5 കിലോമീറ്റർ മുന്നേ തന്നെ ടെന്റുകൾ ആരംഭിക്കും. ഭൈരവൺ ഘാട്ടി മുതൽ നമുക്ക് ടെന്റുകൾ അവൈലബിൾ ആണ്. പിന്നെ മുറികളുമുണ്ട്. അതിന് ക്ഷേത്രത്തിൻ്റെ അടുത്തൊക്കെ തന്നെ താമസിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. സീസൺ അനുസരിച്ചാണ് ഇതെല്ലാം വാടക വരുന്നത്. നോർമലി ഞാൻ ഒരു ഓണ സമയത്ത് പോയപ്പോൾ അവിടെ ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു റൂം എടുത്തു. 2,500 3,000 രൂപയായിട്ടാണ് വിത്ത് ഫുഡ് അടക്കം എനിക്ക് അവർ തന്നത്. അത് മെയ് മാസമൊക്കെ ആകുമ്പോൾ അത് 6,000 7,000 രൂപയൊക്കെ ആയി മാറും ആ താമസത്തിനുള്ള തുക എന്ന് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് കേദാർനാഥിലേക്കുള്ള കാര്യമാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ നമുക്ക് ബദ്രിനാഥിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ രുദ്രപ്രയാഗിൽ നിന്ന് നമ്മൾ നേരെ ദേവപ്രയാഗ് കഴിഞ്ഞു, ശ്രീനഗർ കഴിഞ്ഞു, രുദ്രപ്രയാഗ് കഴിഞ്ഞു, കർണപ്രയാഗ് കഴിഞ്ഞു. കർണന് അവസാന മഹാഭാരത യുദ്ധം കഴിഞ്ഞ് അടക്കിയ സ്ഥലമാണ് കർണപ്രയാഗ്. അവിടെയും 2 നദികളുണ്ട്. ആ നദികൾ എന്താ പറയുന്നത് വെച്ചാൽ പിന്നെ പിണ്ടാർ നദിയും അളകനന്ദയും തമ്മിൽ യോജിക്കുന്ന സ്ഥലമാണ്. രുദ്രപ്രയാഗിലും അതുപോലെ തന്നെ അളകനന്ദയും അതുപോലെ തന്നെ ഈ മന്ദാകിനിയും തമ്മിൽ സംഗമിക്കും. മന്ദാകിനി എന്ന് പറയുന്ന കേദാർനാഥിൽ നിന്ന് വരുന്ന നദിയാണ്. ആ കേദാർനാഥിൽ നിന്ന് വരുന്ന മന്ദാകിനിയും അതുപോലെ തന്നെ ബദ്രിനാഥിൽ നിന്ന് വരുന്ന അളകനന്ദയും തമ്മിൽ യോജിക്കുന്ന സ്ഥലമാണ് ഈ രുദ്രപ്രയാഗ്. കർണപ്രയാഗ് പിണ്ടാർ നദിയും അളകനന്ദയും തമ്മിൽ സംഗമിക്കുന്നതാണ്. അത് കഴിഞ്ഞാലുള്ള പ്രധാനപ്പെട്ട ഈ കർണപ്രയാഗിനും പിന്നെ ബദ്രിനാഥിനിടയിലുള്ള മറ്റൊരു ടൗൺഷിപ്പാണ് ചമോലി എന്ന് പറയുന്നത്. ഈ ചമോലിക്ക് അടുത്താണ് കൽപേശ്വർ എന്ന് പറയുന്ന പഞ്ച്കേദാർ സ്ഥിതി ചെയ്യുന്നത്. ചമോലിയിൽ നിന്ന് റൂട്ട് നമുക്ക് ഗോപേശ്വർ വഴി ഒരു റൂട്ടുണ്ട്. അതുവഴി പോയി കഴിഞ്ഞാൽ ചോപ്റ്റ എന്ന സ്ഥലത്തെത്തും. ചോപ്റ്റയിൽ നിന്ന് തുംഗനാഥിലേക്ക് നമുക്ക് ട്രക്ക് ചെയ്യാം. തുംഗനാഥ് എന്ന് പറഞ്ഞാൽ പഞ്ച്കേദാറിലുള്ള പ്രധാനപ്പെട്ട സ്ഥലമാണ്. ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ ശിവക്ഷേത്രമുള്ളത് ഈ തുംഗനാഥിലാണ്. മിനി സ്വിറ്റ്സർലൻഡ് ഓഫ് ഇന്ത്യ എന്നാണ് ഗൂഗിൾ ഈ സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 5 കിലോമീറ്റർ മാത്രമേ ട്രക്ക് ചെയ്യേണ്ടതുള്ളൂ തുംഗനാഥിൽ. അവിടെ നിന്ന് ഒരു 1.5 കിലോമീറ്റർ ട്രക്ക് ചെയ്താൽ ചാന്ദ്രശില എന്ന് പറയുന്ന പീക്കിലെത്താം. ആ പീക്കിലെത്തി കഴിഞ്ഞാൽ നമുക്ക് ഒരു 6 7 പർവ്വതങ്ങൾ നമുക്ക് നല്ല ഒരു കാലാവസ്ഥയൊക്കെ ആണെങ്കിൽ കാണാൻ പറ്റും. നമുക്ക് ഒരുപാട് പർവ്വതങ്ങളെ, തൃശ്ശൂർ പോലുള്ള ഒരുപാട് പർവ്വതങ്ങളെ നമുക്ക് അതിൻ്റെ മുകളിൽ കയറിയാൽ കാണാൻ പറ്റും. അപ്പോൾ താഴേക്ക് നമ്മൾ ചോപ്റ്റയിൽ നിന്ന് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ഉഖിമഠ് എന്ന് പറഞ്ഞ സ്ഥലത്താം. ഉഷാമഠ് എന്ന് പുരാണത്തിൽ പറയും. അവിടെ നിന്ന് മദ്മഹേശ്വർ എന്ന് പറയുന്ന പഞ്ച്കേദാറിലേക്കുള്ള ട്രക്ക് ആ വഴിക്കാണ്.
ആ വഴി തന്നെ താഴേക്ക് ഇറങ്ങിയാൽ നമുക്ക് എന്ത് ചെയ്യാം, കുണ്ട് എന്ന് പറഞ്ഞാൽ, അതായത് രുദ്രപ്രയാഗിൽ നിന്ന് വന്നു ചേരുന്ന സ്ഥലമാണ് കുണ്ട്. ആ കുണ്ടിലേക്ക് ചമോലി വഴി വന്നിട്ടുള്ള ഈ റോഡ് ചെന്നെത്തുന്നത് ഈ കുണ്ടിലേക്കാണ്. ഈ കുണ്ടിൽ നിന്ന് കേദാർനാഥിലേക്ക് നമുക്ക് കയറി പോകാം. അതായത് നമ്മൾ ആദ്യം തന്നെ കേദാർനാഥാണ് വിസിറ്റ് ചെയ്തെങ്കിൽ, കേദാർനാഥിൽ നിന്ന് സ്വന്തം വണ്ടി ഉണ്ട് എങ്കിൽ നമുക്ക് രുദ്രപ്രയാഗിലേക്ക് പോവാതെ കുണ്ടുവഴി ഉഖിമഠ് കയറി ചോപ്റ്റ വഴി ഗോപേശ്വർ കടന്ന് ചമോലിക്കെത്താം. എത്രയോ കിലോമീറ്ററുകൾ ലാഭമാണ് നമുക്ക്. അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് ആ വഴി പറയാനുള്ളത്. അവിടെ നമ്മൾ പോയി കഴിഞ്ഞാൽ എത്തുന്ന സ്ഥലമാണ് ജോഷിമഠ്. ഈ ജോഷിമഠിന് തൊട്ടടുത്തൊരു ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഔലി എന്നാണ് പറയുന്നത്. അവിടെ ഈ വിന്റർ സീസണിൽ ആളുകൾ വന്ന് ട്രക്കിങ്ങുകളൊക്കെ നടത്തി ടൂറിസ്റ്റുകൾ ധാരാളമായിട്ട് കപ്പിൾസ് ഒക്കെ വരുന്ന സ്ഥലമാണ്. അതൊരു അവിടുന്ന് ആ വഴി തന്നെ കയറിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ചൈന ബോർഡറിലേക്ക് വേറൊരു വഴിയുണ്ട് കേട്ടോ, വേറൊരു വഴിയുണ്ട്. അപ്പോൾ ഈ ജോഷിമഠിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു 6500 അടി ഉയരത്തിലാണ് ജോഷിമഠ് നിൽക്കുന്നത്. പിന്നെ അവിടെ ശ്രീശങ്കരനുമായി ബന്ധപ്പെട്ടുള്ള ശങ്കരമഠമുണ്ട്. കൽപ്പവൃക്ഷം, ദേവകാലത്ത് തന്നെയുള്ള കൽപ്പവൃക്ഷം അവിടെയുണ്ട്. സംസ്കൃതം പഠിപ്പിക്കുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ ഒരു പട്ടാള കേന്ദ്രവും കൂടിയാണ്. ഇന്ത്യ ചൈന ബോർഡർ അടുത്ത് നിൽക്കുന്നതുകൊണ്ട് മെയിനായിട്ടുള്ള ഒരു പട്ടാള കേന്ദ്രവും കൂടിയാണ്. ഇന്ത്യയുടെ ഫോഴ്സ് കംപ്ലീറ്റ് കേന്ദ്രീകരിച്ച ഒരു സ്ഥലവും കൂടിയാണ് ഈ പറഞ്ഞ ജോഷിമഠ്. അവിടുന്ന് പഴയ കാലത്തൊക്കെ വൺ വേ മാത്രമായിരുന്നു. ഒരു ഭാഗത്തേക്ക് അറ്റ് എ ടൈം ഒരു വണ്ടികൾ വിടും ബദ്രിനാഥിലേക്ക്. ആ സമയത്ത് തിരിച്ച് താഴേക്ക് ഇറങ്ങത്തില്ല. പക്ഷെ ഇപ്പം വാഹനം ഈ മിന്നർ പ്രളയത്തിന് ശേഷം റോഡുകളൊക്കെ നന്നാക്കിയത് കൊണ്ട് നമുക്ക് എല്ലാ വണ്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ സമയത്ത് പോകുന്നുണ്ട്. പാണ്ഡുകേശ്വർ വഴിയാണ് ബദ്രിനാഥിലേക്ക് പോകുന്നത്. ഇവിടുന്ന് ബദ്രിനാഥിലേക്ക് ജോഷിമഠിൽ നിന്ന് 2.5-3 മണിക്കൂർ യാത്ര ചെയ്താൽ ബദ്രിനാഥിലെത്തും. പാണ്ഡുകേശ്വറിലേക്ക് ഒരു 2 മണിക്കൂർ യാത്ര ചെയ്താൽ പാണ്ഡുകേശ്വറിലെത്തും. ഈ പാണ്ഡുകേശ്വർ എന്ന് പറയുന്ന സ്ഥലം ഹാമക്കുണ്ട്, വാലി ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയുന്ന ട്രക്കിംഗ് ഉണ്ട്. സിഖുകാരുടെ ഒരു ആരാധനാ കേന്ദ്രമാണ് ഈ ഹാംകുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ വാലി ഓഫ് ഫ്ലവേഴ്സ് ഉണ്ട്. ഈ വാലി ഓഫ് ഫ്ലവേഴ്സും ഹാംകുണ്ടിലേക്കും ട്രക്ക് ചെയ്യുന്നതിന് ബേസ് ക്യാമ്പ് എന്ന് പറയുന്നത് പാണ്ഡുകേശ്വറാണ്. പാണ്ഡുകേശ്വറിൽ നിന്ന് നമുക്ക് 1 മണിക്കൂർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ബദ്രിനാഥ് എത്തും. ബദ്രിനാഥിൽ നമുക്കിപ്പോൾ രാവിലെ ഹരിദ്വാർ എന്ന് പുറപ്പെട്ടാൽ വൈകുന്നേരം സാധാരണഗതിയിൽ വലിയ സ്വന്തം വണ്ടിയൊക്കെ ആണെങ്കിൽ 3 മണി 4 മണിക്ക് എത്താം, ഗതാഗത തടസ്സമൊന്നും ഇല്ലെങ്കിൽ. അപ്പോൾ അന്ന് തന്നെ ക്ഷേത്ര ദർശനം നടത്തുക. റൂം എടുക്കാൻ മലയാളികളുടെ ശങ്കരമഠമുണ്ട്. അതുപോലെ തന്നെ കാലി കമ്പിളിവാല പോലുള്ള ആശ്രമങ്ങളുടെ സൗകര്യങ്ങളുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല സൗകര്യങ്ങളുള്ളതുണ്ട്. സിംഗിളായിട്ട് താമസിക്കാനുള്ള സൗകര്യം. അത്യാവശ്യം വലിയൊരു ടൗൺഷിപ്പാണ് ബദ്രിനാഥ്. പണ്ട് പുരാണത്തിൽ അതിന് ബദ്രിവനം എന്നാണ് പറയപ്പെടുന്നത്. നാരദനാണ് ഈ ബദ്രിനാഥ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രതിഷ്ഠ നടത്തിയതെന്ന് പറയുന്നുണ്ട്. ശ്രീശങ്കരൻ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അളകനന്ദയിൽ നിന്ന് മുങ്ങിയെടുത്തിട്ട് ശ്രീശങ്കരൻ പ്രതിഷ്ഠിച്ചതാണ് ഈ ബദ്രിനാഥിലെ പ്രതിഷ്ഠ എന്ന് പറയപ്പെടുന്നുണ്ട്. ഏതായാലും ഹിമാലയത്തിലുള്ള അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രമാണ് ഈ ബദ്രിനാഥിലുള്ളത്, ബദ്രിവനത്തിലുള്ളത്. മനസ്സിലായില്ലേ? ബദ്രിനാരായണൻ എന്നാണ് മഹാവിഷ്ണുവിനെ കുറിച്ച് പറഞ്ഞത്. ആ ക്ഷേത്രം കണ്ടു കഴിഞ്ഞാൽ സാധാരണ ഹിമാലയത്തിലെ ക്ഷേത്രങ്ങളുടെ രൂപമോ ഘടനയോ നിർമ്മാണ രീതിയോ അല്ല. ഒരു ഒരു വേറെ രീതിയിലുള്ള ഒരു തിബറ്റൻ രീതിയിലുള്ള ഒരു മൊണാസ്ട്രികളൊക്കെ ആ നിലയിൽ ഞാൻ കുറച്ചൊക്കെ കണ്ടിട്ടുണ്ട്. എന്തായാലും മറ്റ് ക്ഷേത്രങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു നിർമ്മിത രൂപമാണ് ബദ്രിനാഥിൽ കാണാനുള്ളത്. നീലകണ്ഠ പർവ്വതത്തിന് താഴെയാണ് ഈ ബദ്രിനാഥ്. അളകനന്ദയുടെ തീരത്താണ് ഈ ബദ്രിനാഥ്. ധാരാളം സന്യാസിമാർ പണ്ട് തപസ് ചെയ്ത സ്ഥലമാണ്. ശ്രീ എം ഒക്കെ ചെറുപ്പകാലത്ത് അവിടെ പോയിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു തപ്തകുണ്ടുണ്ട്. ഈ സന്യാസിമാർക്ക് കൊണ്ട് കുളിക്കാൻ വേണ്ടി ഭഗവാൻ ഉണ്ടാക്കി കൊടുത്താണെന്നൊക്കെയാണ് വിശ്വാസം. അത് സൾഫറിൽ നിന്ന് ഗന്ധകപ്പാറ, ഭൂമിയുടെ അടിയിൽ ഗന്ധകമുണ്ട്, അതുവഴി കടന്നു വരുന്ന വെള്ളമാണ്, ചൂടുവെള്ളമായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അതിൽ കുളിച്ചു കഴിഞ്ഞാൽ നമ്മളെ കാലിനുള്ള സോറിയാസിസ് പോലുള്ള അപൂർവ രോഗങ്ങളൊക്കെ മാറിക്കിട്ടും എന്നുള്ള വിശ്വാസമുണ്ട്. അപ്പോൾ അതൊരു സയൻസും ഉണ്ട് അതിൽ. ഈ സൾഫർ ഉപയോഗിച്ചാണ് ഈ സോറിയാസിസിനുള്ള മരുന്നുകൾ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ഇവിടെ വായിച്ചിട്ടുണ്ട്. പിന്നെ അതിരാവിലെ തന്നെ ഒരു കേരള രീതിയിലുള്ള പൂജകളാണ് അവിടെ നടക്കുന്നത്. 3 മണിക്ക് പൂജകൾ ആരംഭിക്കും. മലയാളികളായിട്ടുള്ള പയ്യന്നൂരുള്ള ബ്രാഹ്മണരാണ് റാവൽജിമാർ, പൂജാരിമാർ. അവർക്ക് ഒരുപാട് അധികാരങ്ങളുണ്ട്. ഈ പിന്നെ ഉത്തരാഖണ്ഡിലെ ഗഡ്വാൾ രാജാവാണ് ഇവരെ പോസ്റ്റ് ചെയ്യുന്നത്. ഇവരുടെ പോസ്റ്റിംഗ് ഒഴിവാക്കിയിട്ട് അവിടെയുള്ള ആളുകളെ വെക്കാനുള്ള ശ്രമമൊക്കെ നടന്നിരുന്നു. അത് പിന്നെ അതിൻ്റെ വിശ്വാസപരമായി അത് ശരിയാവില്ല എന്ന് കണ്ടുകൊണ്ടാണ് അത് ഒഴിവാക്കിയത്. കർണാടകയിലെ കർണാടകക്കാർക്കാണ് എന്തിന് അവകാശം? കേദാർനാഥിലെ ക്ഷേത്ര പൂജയുടെ പൂജാരിമാരുടെ അവകാശം ബെൽഗാമിലുള്ള ആളുകൾ, കർണാടകയിലുള്ള ആളുകൾക്ക്. മദ്മഹേശ്വറിലും കർണാടകക്കാരാണ് പൂജിക്കുന്നത്. അപ്പോൾ ആ നിലയ്ക്കുള്ള പൂജാ വ്യവസ്ഥകൾ പഴയ കാലത്ത് തന്നെ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അവിടുത്തെ ജോലിക്കാരൊക്കെ തന്നെ തിബറ്റൻസ് ആണ്. പ്രത്യേകിച്ച് ഈ ഉത്തരാഖണ്ഡിലുള്ള പർവ്വത പ്രദേശങ്ങളിൽ താമസിക്കുന്ന ഗഡ്വാളികളായ ആളുകളാണ് മറ്റ് ജോലികളൊക്കെ തന്നെ ചെയ്യുന്നത്.
പിന്നെ അവിടെ നിന്ന് ഒരു 5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഇന്ത്യയുടെ ലാസ്റ്റ് വില്ലേജ് മാന വില്ലേജിൽ. ഈ ലാസ്റ്റ് വില്ലേജ് ഒരു തമാശയാണ്. ഇന്ത്യയിൽ ചൈന ബോർഡറിലെ നോർത്ത് ഈസ്റ്റിലും ഒക്കെ എത്തിക്കഴിഞ്ഞാൽ ലാസ്റ്റ് വില്ലേജുകൾ കാണും. നമ്മൾ പറയും ഇവിടെയാണ് ലാസ്റ്റ് വില്ലേജ്. അങ്ങനെയല്ല, ഇന്ത്യയിലെ അതിർത്തികളിലുള്ള അവസാനത്തെ ഗ്രാമങ്ങളൊക്കെ ലാസ്റ്റ് വില്ലേജാണ്. അപ്പോൾ ഇവിടുത്തെ ലാസ്റ്റ് വില്ലേജ് മാന വില്ലേജാണ്. ഇതൊക്കെ മിലിറ്ററിയുടെ അണ്ടറുള്ള സ്ഥലമാണ്. ഇവിടെ നിന്നൊക്കെ കുറച്ച് കിലോമീറ്ററുകൾ പോയ ചൈനയുടെ ഏരിയ ആയി. അവിടെ നിന്ന് പണ്ട് മഹാഭാരതം, ഈ മാന വില്ലേജിന്റെ ഒരു കഥയെന്ന് വെച്ചാൽ മണ വില്ലേജ് എന്നൊക്കെ പറയും കേട്ടോ. നമ്മൾ മലയാളത്തിൽ മാന എന്ന് പറയും. പിന്നെ നിങ്ങൾ അവിടെ നിന്ന് വണ്ടിയും പിടിച്ചു വരുന്ന സമയത്ത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ബദ്രിനാഥ് വരെയല്ല വണ്ടി വിളിക്കേണ്ടത്, ഹരിദ്വാറിൽ നിന്ന് മാന വില്ലേജ് വരെ പോകണമെന്ന് പറയണം. ഇല്ലെങ്കിൽ അവരെ എക്സ്ട്രാ ചാർജ് വേണമെന്ന് പറയും. ബദ്രിനാഥ് പോയാൽ അങ്ങോട്ട് പോകാൻ ഒരു 1000-1500 രൂപ അധികം വേണമെന്ന് അവർ പറയും. അത് മുൻകൂർ തന്നെ പറയുന്നതാണ് നല്ലത്. മാന വില്ലേജിൽ മഹാഭാരതം എഴുതിയ വേദവ്യാസൻ മഹാഭാരതം എഴുതിയത് മാന വില്ലേജിലുള്ള ഒരു ശിലാനിർമ്മിതമായ ഗുഹയിൽ വെച്ചാണെന്ന് പറയുന്നു. അതിന് തൊട്ടടുത്ത് മറ്റൊരു ഗുഹയുണ്ട്, അതിന് ഗണപതി ഗുഹ എന്നാണ് പറയുന്നത്. ഈ ഗണപതി ഗുഹയിൽ ഇരുന്നിട്ടാണ് ഗണപതി വേദവ്യാസം പറഞ്ഞു കൊടുത്തിട്ട് ഈ മഹാഭാരതം എഴുതിയത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇത് തിബറ്റൻസ് താമസിക്കുന്ന സ്ഥലമാണ്. ഇവിടെ ഉരുളക്കിഴങ്ങ് കൃഷിയും കാബേജ് കൃഷിയൊക്കെ അവർ ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. 6 മാസമാണ് അവരും അവിടെ കഴിയുന്നത്. ഇപ്പം ഇതിനിടെ വലിയൊരു ഹിമപാതം ഉണ്ടായിട്ട് പിന്നെ വലിയ അപകടം ഉണ്ടായി എന്ന് പത്രവാർത്ത കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നു ആ സ്ഥലത്തെക്കുറിച്ച്. പിന്നെ അവിടെ കമ്പിളി വസ്ത്രങ്ങളൊക്കെ നെയ്തിട്ടാണ് അവരവിടെ ജീവിക്കുന്നത്. 6 മാസം കഴിഞ്ഞ ഈ ബദ്രിനാഥിലെ വിളക്ക് ഇതിനുള്ള നൂല് ഒരു പ്രത്യേക കൂട്ടിൽ ഉണ്ടാക്കുന്നത് ഇവരാണ്. 6 മാസം കഴിഞ്ഞ് അമ്പലം പൂട്ടിയാൽ ഈ ബദ്രിനാഥ ക്ഷേത്രം അടച്ചിട്ടുമ്പോൾ ഈ വിളക്ക് കത്തിച്ചാണ് പോവുക. തിരിച്ച് റാവൽജിയും ആളുകളും തിരിച്ചു വരുമ്പോഴും ആ വിളക്ക് കത്തിക്കൊണ്ട് നിൽക്കുമെന്നാണ് പറഞ്ഞാൽ ആ തിരി ആ രൂപത്തിലുള്ള ഒരു പ്രത്യേക കൂട്ടാണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ഇതൊക്കെയാണ്. ആ സമയത്ത് നാരദനാണ് അവിടെ പൂജ കഴിക്കുന്നത് എന്നൊക്കെ കഥയുണ്ട് കേട്ടോ. അപ്പൊ ബദ്രിനാഥിലെ ഈ മാന വില്ലേജിന്റെ വേറൊരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ പഞ്ചപാണ്ഡവന്മാര് അവരുടെ സ്വർഗാരോഹണ യാത്ര, യുദ്ധമൊക്കെ കഴിഞ്ഞ്, മഹാഭാരത യുദ്ധമൊക്കെ കഴിഞ്ഞ് അവർ സ്വർഗത്തിലേക്ക് പോകുന്ന യാത്ര നടത്തിയ ഇതുവഴിയാണെന്ന് പറയുന്നു. അവിടെ ഒരു ഭീംശിലയുണ്ട്. സരസ്വതി നദി വരുന്ന സ്ഥലമുണ്ട്. സരസ്വതി നദി സത്യത്തിൽ അവിടെ നിന്നല്ല, കുറച്ചും കൂടെ മുകളിൽ നിന്നാണ് വരുന്നത്. അവിടെ നിന്നാണ് നമ്മൾ കാണുന്നത്. ഒരു ഗുഹയിൽ നിന്ന് പുറത്ത് ഒരു അലറി വിളിച്ചുകൊണ്ടുള്ള സരസ്വതി നദിയുടെ വരവ് കാണേണ്ടത് തന്നെയാണ്. നല്ല സ്ഫടിക ജലമാണ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ അതെടുത്ത് നമ്മൾ വീടുകളിലേക്ക് കൊണ്ടുവരും കേട്ടോ. സരസ്വതി നദി ഭൂമിയിലേക്ക് പിന്നെ അന്തർധാനം ചെയ്തു പോയി എന്നാണ് പറയുന്നത്. എത്രയോ കാലം മുമ്പേ സരസ്വതി നദി ഇന്ത്യയിലൂടെ ഒഴുകിയിരുന്നു എന്ന് പറയുന്നുണ്ട്. അവിടെ അളകനന്ദയിൽ വന്ന് ചേരുകയാണ് സരസ്വതി നദി ചെയ്യും. തൊട്ടടുത്ത് തന്നെയാണ് ആ സംഗമം. കേശവപ്രയാഗ് എന്നായിട്ടാണ് അതിൻ്റെ പേര്. അവിടെ നിന്നൊരു ഭീംശിലയുണ്ട്. ആ ഭീംശിലയുടെ തൊട്ടടുത്ത് അത് പണ്ട് പാണ്ഡവന്മാർക്ക് കടന്നു പോകാൻ വേണ്ടി ഒരു ശില ആ സരസ്വതി നദിക്ക് കുറുകെ ഇട്ടതാണ് ഭീമസേനൻ എന്ന് പറയുന്നു. അവിടെ നിന്ന് അവിടെ കടന്നു പോകുന്നു. അവിടെ ഒരു ക്ഷേത്രമൊക്കെ ഇപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. പണ്ട് ഒരു ചെറിയൊരു സംഭവം ഉണ്ടായത്. അവിടെ നിന്ന് ഇപ്പം കുറച്ച് വലിയൊരു ക്ഷേത്രമാണത്. അവിടെ നിന്ന് ട്രക്ക് ചെയ്ത് 5 കിലോമീറ്റർ വസുധാരയായി. ആ വസുധാരയിലൂടെ നന്ദാവനം പോലുള്ള വനങ്ങളിലൂടെയൊക്കെ കടന്നിട്ടാണ് സദോബന്ത് എന്ന് പറയുന്ന പാണ്ഡവന്മാർ ബലിതർപ്പണം നടത്തിയ സ്ഥലം. അവിടത്തേക്ക് ട്രക്കിംഗ് ഉണ്ട്. അത് എനിക്ക് തോന്നുന്നു മെയ് ലാസ്റ്റ് ആ ട്രക്കിംഗ് ആരംഭിക്കും തോന്നുന്നു. പെർമിഷൻ വാങ്ങിയിട്ട് ട്രക്ക് ചെയ്യേണ്ടതാണ്. ഗൈഡുകളൊക്കെ ആയിട്ട് പോകണം. നമുക്ക് ഒറ്റയ്ക്ക് പോകുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത്. പ്രയാസകരമാണ്. വലിയ പാറകളൊക്കെ പിടിച്ച് വഴിയിൽ ഭക്ഷണമോ താമസിക്കാൻ സൗകര്യങ്ങളോ ഒന്നും കിട്ടില്ല. അപ്പോൾ നമ്മൾ ഭക്ഷണ സാധനങ്ങളും ഗ്യാസും അതൊക്കെ അതാണ് കുതിരയും അവിടെയുള്ള ലോക്കൽസിൻ്റെ ആളുകളുടെ ഒക്കെ സഹായത്തോടു കൂടി പോകണം. ഒരു 10-20,000 രൂപ ഒക്കെ കൊടുത്താൽ 15 മുതൽ 25-30,000 രൂപ വരെയൊക്കെ കാശ് വാങ്ങുന്നുണ്ടെന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ ആ വഴിക്ക് നമുക്ക് ട്രക്ക് ചെയ്ത് പോകാൻ പറ്റും. പക്ഷെ സ്വർഗാരോഹിണി വരെ പഴയ കാലത്ത് ട്രക്ക് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല നമുക്ക് ഈ പണ്ട് സ്വർഗാരോഹിണി വഴി ട്രക്ക് ചെയ്തിട്ട് കൈലാസത്തിലേക്കൊക്കെ പോയ ആളുകളുണ്ട്. മനസ്സിലായില്ലേ? കൈലാസത്തിലേക്കൊക്കെ ആ റൂട്ടിലും ആളുകൾ പോയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെയാണ് എനിക്ക് അത് പ്രധാനമായിട്ട് അവിടെ പറയാനുള്ളത്. തിരിച്ച് നിങ്ങൾ അന്ന് പിറ്റത്തെ ദിവസം രാവിലെ ബദ്രിനാഥിൽ നിന്ന് മാന പോയി വൈകിട്ടോടുകൂടി ഈ വസുധാര വരെയൊക്കെ പോയിട്ട് നടക്കാൻ പറ്റുമെങ്കിൽ പോയിട്ട് വരാം. കുതിരയും ആ വഴിക്ക് പോകുന്നുണ്ട്. വസുധാര വരെ കുതിരയിലും ആളുകളെ കൊണ്ടുപോയി വരുന്നുണ്ട്. പിന്നെ തിരിച്ച് നമ്മൾ ബദ്രിനാഥിന് ആക്ച്വലി ബദ്രിനാഥിൽ 2 ദിവസം വേണമെന്നർത്ഥം. പിറ്റേ ദിവസം രാവിലെ ഒരു 3 മണിക്ക് നമുക്ക് അവിടുന്ന് 3:30 മണിക്ക് എഴുന്നേറ്റ് രാവിലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഹരിദ്വാറിലേക്ക് തിരിച്ച് യാത്ര ആരംഭിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു 3:30-4 മണിയാകുമ്പോഴത്തേക്ക് വലിയ ഗതാഗത തടസ്സമൊന്നും ഇല്ലെങ്കിൽ തിരിച്ചു വരാം. മറ്റൊന്ന് ബലിതർപ്പണമൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ ചെയ്യണം. തലേ ദിവസം നമ്മളതിനെ പിന്നെ ഭക്ഷണമൊക്കെ കഴിക്കാതിരിക്കണം എന്നൊക്കെ വിശ്വാസികൾ പറയും. അവിടെ ബലി ചെയ്താൽ വലിയ പുണ്യമുണ്ടെന്ന് പറയുന്നു. കുബേരന്റെ ക്ഷേത്രമൊക്കെ അവിടെയുണ്ട്. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ അവിടെയൊക്കെ ഉണ്ട്. പിന്നെ ഈ ബലിതർപ്പണം എന്ന് പറയുന്നത് ഈ ദേവപ്രയാഗ മുതലുള്ള എല്ലാ പ്രയാഗങ്ങളിലും ബലി അർപ്പിക്കുന്നത് നല്ലതാണ് എന്ന് പറയപ്പെടുന്നു. അപ്പം ഞാൻ കേദാർനാഥും ബദ്രിനാഥും പറഞ്ഞു. ഇനി ഗംഗോത്രിയിലേക്കും യമുനോത്രിയും കൂടെ പറയാനുള്ളത്. ഞാൻ പെട്ടെന്ന് തന്നെ പറഞ്ഞു തീർക്കാം. ഹരിദ്വാറിൽ നിന്ന് ഋഷികേശ് വന്ന് ഋഷികേശിൽ നിന്നാണ് ഈ റൂട്ട് അവിടെ നിന്ന് മാറുകയാണ് ചെയ്യുന്നത്. അതായത് ഈ കേദാർനാഥ് ബദ്രി റൂട്ടിലേക്കല്ല പോകുന്നത്. ഋഷികേശിൽ നിന്ന് റൂട്ട് മാറും.
അത് നരേന്ദ്രനഗർ വഴിയാണ് നരേന്ദ്രനഗർ ചമ്പ വഴിയാണ് അത് കടന്നു പോകുന്നത്. അതിൽ നിന്ന് പോയി നമ്മൾ പിന്നെ ജാനകി ചട്ടി എന്ന് പറയുന്ന ഒരു സ്റ്റോപ്പിനാണ്, അതായത് ബസ് ഇറങ്ങുന്ന സ്ഥലത്തിന് ചട്ടി എന്ന് പറയുന്നത്. ജാനകി ചട്ടി, ഹനുമാൻ ചട്ടി, ഇതിൻ്റെ ഏറ്റവും അവസാനത്തെ സ്ഥലം അതാണ്. അപ്പം നമുക്ക് അവിടെ പോയാൽ താമസിക്കാനുള്ള കുറച്ച് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് സൗകര്യങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട. റിമോട്ടായിട്ടുള്ള സ്ഥലമാണ്. യമുനോത്രിയിലേക്ക് 5 കിലോമീറ്റർ ട്രക്ക് ചെയ്യണം. അത് സ്റ്റീപ്പായിട്ടുള്ള അത്യാവശ്യം വഴി കുടുസാണ് കേട്ടോ. മറ്റേ ഈ കേദാർനാഥ് പോലെ അത്ര ഒരു സൗകര്യമില്ലാത്ത വഴിയാണ്. കുടുസായ വഴികളുണ്ട്. പ്രത്യേകിച്ച് മെയ് മാസമാകുമ്പോൾ നല്ല തിരക്കുണ്ടാവും. പ്രത്യേകിച്ച് മുകളിലേക്ക് എത്തുമ്പോൾ നല്ല ബ്ലോക്കുകളൊക്കെ അനുഭവപ്പെടാറുണ്ട്. കുതിരയും മനുഷ്യനും ചളിയും മഴയൊക്കെ പെയ്തിട്ട് നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവിടെ പോയിട്ട് ഈ യമുനാ നദി, അതായത് പിന്നെ എന്താണ് അതിൻ്റെ മുകളിലുള്ള വലിയൊരു പർവ്വതത്തിൽ നിന്ന് താഴേക്ക് വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് താഴേക്ക് വരികയും അവിടെ ആ ഗംഗയ്ക്ക് യമുനയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു ക്ഷേത്രമുണ്ട്. സത്യത്തിൽ ഈ നദികൾക്ക് വേണ്ടി ക്ഷേത്രം ഇന്ത്യയിൽ മാത്രമാണല്ലോ. നമ്മുടെ ഭാരതീയ ഹിന്ദു കൺസെപ്റ്റിൽ മാത്രമാണ് പിന്നെ ഈ നദീക്ഷേത്രങ്ങളുള്ളത്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരകാശി വഴിയാണ് ഗംഗോത്രിക്ക് പോകേണ്ടത്. ഉത്തരകാശിയിൽ എത്തി അവിടെ നിന്ന് അവിടെ ഉത്തരകാശിയിൽ ഒരു ക്ഷേത്രമുണ്ട്, കാശി വിശ്വനാഥ ക്ഷേത്രമുണ്ട്. അവിടെ തൊഴുത് ഒരു ദിവസം അവിടെ താമസിക്കാം. ഇനി ഗംഗോത്രിയിലെത്തിയാൽ ഗംഗാനദിയുടെ ഉത്ഭവ സ്ഥലമായിട്ടുള്ള ഗോമുഖിലേക്ക് ട്രക്കിംഗ് ഉണ്ട്. ഗോമുഖ് തപോവൻ, അതിനുള്ള പെർമിഷൻ വാങ്ങേണ്ടത് ഉത്തരകാശിയിൽ നിന്നാണ്. അതിന് ഫോട്ടോ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അതുപോലെ ആധാറൊക്കെ വേണം. അവിടെ ഉത്തരകാശി DFOയെ സമീപിച്ചാൽ പെർമിഷൻ കിട്ടും. ചില സമയത്ത് അവർ പറയും ഗംഗോത്രി DFOയെ കണ്ടിട്ട് വാങ്ങണമെന്ന് പറയും. അങ്ങനെ അവിടെ പോയി മുകളിലെ കാലാവസ്ഥയൊക്കെ ഓക്കെ ആണെങ്കിൽ, ഇതൊരു നാഷണൽ പാർക്കാണ്, വരയാടുകളൊക്കെയുള്ള നാഷണൽ പാർക്കാണ്. അപൂർവമായിട്ടുള്ള ദേവദാരു വൃക്ഷങ്ങൾ ധാരാളമായിട്ട് കാണുന്ന ഒരു നാഷണൽ പാർക്കാണ്. അപ്പോൾ അവിടെ നിന്ന് പെർമിഷൻ എടുത്തിട്ട് വേണം നമ്മൾ മുകളിലോട്ട് പോകാൻ. അവിടെ ഗംഗാനദിക്ക് വലിയൊരു ക്ഷേത്രമുണ്ട്. യമുനാ നദിക്കുള്ള ക്ഷേത്രത്തെക്കാളും വലിയ ക്ഷേത്രമാണ് ഇവിടെ ട്രക്കിംഗ് വേണ്ട. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ഈ ഗംഗോത്രി ക്ഷേത്രത്തിലെത്തും. ഇതും ചൈന ബോർഡറിൽ തന്നെയാണ്. ഭൈരോൺ ഘാട്ടി, ലങ്ക തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കവർ ചെയ്തിട്ടാണ് ഇവിടെ എത്തുന്നത്. വഴിയിലൊക്കെ ആപ്പിൾ കൃഷിയൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇതിൻ്റെ മുകളിലോട്ട് പോകുന്ന സമയത്ത് ധാരാളം സന്യാസിമാരുള്ള ഗുഹകളും താമസസ്ഥലങ്ങളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് ഈ തപോവൻ പിന്നെ നമ്മൾ ഈ തപോവൻ അതുപോലെ ഗോമുഖ് ട്രക്ക് നടത്തുമ്പോൾ ലോക്കലായിട്ടുള്ള ഒരു ഗൈഡിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. വഴി എന്ന് പറയുന്ന ഭോജ്വാസയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇടുങ്ങിയ വഴിയാണ്, ഒരാൾക്ക് പോകാനുള്ള വഴിയുള്ളൂ. എപ്പോഴും ഷൂട്ടിംഗ് സ്റ്റോൺ ഏരിയയാണ്. ഞാൻ പോയപ്പോൾ തന്നെ വലിയ അപകടത്തിൽ ഞാൻ പെട്ടിരുന്നു. പിന്നെ ഓക്സിജൻ ലെവൽ വളരെ കുറവുള്ള ഒരു സ്ഥലമാണ്. ഒരു 3 ദിവസം വേണം. അതായത് ഒരു ദിവസം അങ്ങോട്ടും, പിന്നെ അടുത്ത ദിവസം നമ്മൾ ഈ പറഞ്ഞ തപോവനിലേക്കുള്ള ട്രക്കിങ്ങും, ഈ ഗോമുഖം കണ്ട് തപോവനിലെ ട്രക്കിങ്, അതിൻ്റെ അടുത്ത ദിവസം നമുക്ക് ഒറ്റ സ്ട്രാപ്പിൽ വേണമെങ്കിൽ, അതായത് താഴേക്ക് ഇറങ്ങി വരാൻ ഭോജ്വാസ് വരെയൊക്കെ എത്താൻ പറ്റിയേക്കും. ഏതായാലും ഒരു 3-4 ദിവസമൊക്കെ എടുക്കും. 4 ദിവസം ഉണ്ടെങ്കിൽ മര്യാദ ലെവലിൽ വൃത്തിയായിട്ട് നമുക്ക് ചെയ്യാം. 3 ദിവസം ഉണ്ടെങ്കിൽ നമുക്ക് പൂർത്തിയാക്കിയിട്ട് വരാം. ഈ നമുക്ക് ഈ ഗംഗോത്രിയിൽ നിന്ന് പിന്നെ ഗോമുഖ് വരെ പോയി വരാനാണെങ്കിൽ 2 ദിവസം കൊണ്ട് നമുക്ക് പോയിട്ട് തിരിച്ചു വരാം. ഇതൊക്കെയാണ് ആ ഒരു സംഗതിയെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ യാത്രയുമായി ബന്ധപ്പെട്ടിട്ട് പ്രാഥമികമായി പറയാനുള്ളത്. ഇതിന് വരുന്ന ചെലവെന്ന് പറയുന്നത് സീസൺ ആണെങ്കിൽ നമുക്കൊരു 10,000 രൂപ മുതൽ നമുക്കൊരു 15,000 രൂപ വരെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സാധാരണ നിലയിൽ പോയി വരാൻ പറ്റും. പാക്കേജൊക്കെ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 32,000, 35,000, 40,000 രൂപയൊക്കെയാണ് ട്രാവൽ ഏജൻസിക്കാർ പാക്കേജ് വാങ്ങുന്നത്. അത് തരുന്ന ഒരു സർവീസ് പോലെ ഇരിക്കും. പിന്നെ ഹിമാലയത്തിൽ എവിടെ പോയാലും ഏത് സ്റ്റാർ വാലിയിലുള്ള പാക്കേജുകൾ എടുത്താലും തരുന്ന താമസ സൗകര്യങ്ങൾക്കൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ടാവും. പിന്നെ ഭക്ഷണം എന്നൊക്കെ പറയുന്നത് റൊട്ടി, സബ്ജി തുടങ്ങിയിട്ടുള്ള സാധനങ്ങളാണ്. പിന്നെ ഡാല്, താല് തുടങ്ങിയിട്ടുള്ള സാധനങ്ങളാണ്. പിന്നെ ഉരുളക്കിഴങ്ങിൻ്റെ പൊറോട്ട പോലുള്ള സാധനങ്ങളൊക്കെ കിട്ടും. ഭക്ഷണം അങ്ങനെ ഒരു രാജ്മ പോലുള്ള വെജിറ്റബിൾസ് ആണ് കൂടുതലും നമുക്ക് കിട്ടുക. നോൺ ഭക്ഷണം വളരെ കുറവാണ്. ഉത്തരാഖണ്ഡിലെ ഗഡ്വാൾ മേഖലയിൽ നോൺ ഭക്ഷണം വളരെ റെയറാണ്. അതേസമയത്ത് കുമോൺ എന്ന് പറയുന്ന രണ്ടാമത്തെ ഒരു ബെൽറ്റ് ഉണ്ട്. അത് ഞാൻ വേറൊരു എപ്പിസോഡിൽ പറയാം കുമോണിനെ കുറിച്ച്. അവിടെയാണ് ആദികൈലാസം പോലുള്ള കസോൾ പോലുള്ള, അത് കസോളല്ല, പിന്നെ നമ്മുടെ പെട്ടെന്ന് ആ സ്ഥലത്തിൻ്റെ പേര് ഞാൻ അൽമോഡ പോലുള്ള സ്ഥലങ്ങളൊക്കെ ഉള്ളത് ഈ പറഞ്ഞിരിക്കുന്ന സ്ഥലത്താണ്. മുൻഷിയാരി പോലുള്ള ഒക്കെ കുമോൺ ബെൽറ്റിലാണ്. രണ്ടാമത്തെ വേറൊരു ഏരിയ ആണ്. നമ്മുടെ തിരുവിതാംകൂർ, മലബാർ എന്ന് പറയുന്ന 2 റീജിയനാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറയാനുള്ളത്. നമുക്കൊരു ചാർധാം യാത്ര എന്ന് പറഞ്ഞാൽ ഒരു 10 ദിവസം കൊണ്ട് നമുക്ക് നടത്തി തീർക്കാവുന്ന ഒരു യാത്രയാണ് ചാർധാം യാത്ര, വാഹനം പിടിച്ച് പോവുകയാണെങ്കിൽ. ഇനി വല്ല സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഈ പോസ്റ്റിന് താഴെ നിങ്ങൾ ചോദിക്കുക, ഞാൻ മറുപടികൾ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം പറഞ്ഞുകൊണ്ട്, ഈ വീഡിയോ കണ്ട നിങ്ങളോടുള്ള നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ആൾ ഓഫ് താങ്ക് യു.